നമ്മുടെ മീനച്ചിലാറാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിച്ചേ മതിയാവുള്ളൂ കേട്ടോ. ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ ആറുകളുടെയും തോടുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ആറ്റിക്കൊണ്ടാവെന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചതിന്റെ ആവേശമാണ് ഈ കാണുന്നത്. എന്നിരുന്നാൽ കൂടി കുറെ കണ്ടീഷൻസ് ഒക്കെ പുള്ളിക്കുണ്ട് കേട്ടോ. അതുപോലെ കയ്യും വീശിപ്പോക്കൊന്നും നടക്കത്തില്ല. പുള്ളിക്ക് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വേണം കേട്ടോ പോകാൻ. എത്തിപ്പെടുന്നത് കുറച്ച് കഠിനമാണേലും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൈബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി റിസ്ക് എടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഈ പോക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ആയി നേരെ വെള്ളത്തിലോട്ട്. പിന്നെ വെള്ളത്തിൽ മുങ്ങലായി നീന്തലായി അലക്കങ്ങ് തുടങ്ങി കേട്ടോ. അലക്കാൻ തുടങ്ങിയാൽ പിന്നെ പുള്ളിനെ പിടിച്ചാൽ കിട്ടത്തില്ല. പുള്ളിക്കാരിക്ക് മാത്രമേ അലക്കാൻ അറിയത്തുള്ളൂ എന്നുള്ള ഭാവവും മട്ടുമൊക്കെയാണ്. പക്ഷെ അലക്കണ്ട നമുക്കാണേലും തോന്നിപ്പോകും കേട്ടോ. പുള്ളിക്ക് ഏതാണ്ടൊക്കെ അറിയാന്ന്. അങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ ഒരു ഫ്ലൈറ്റ് പോകുന്ന കണ്ടത്. ഒന്നൊന്നുമല്ല, ഒരു 6 ഫ്ലൈറ്റ് ഇന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീന്താൻ അറിയാന്നുള്ളത് നല്ല കാര്യമായതുകൊണ്ട് തന്നെ അവളെ നീന്തൽ പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വരുമ്പോഴൊക്കെ ഞാൻ നീന്തൽ പഠിച്ചതും ഈ മീനച്ചിലാറ്റി വെച്ച് തന്നെയാണ്. നൊസ്റ്റൊക്കെ അടിച്ച് ഞാനും അങ്ങ് നീന്തി. ഇപ്പൊ തീരെ വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ. നല്ല വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേനും ഈ പാറകളൊന്നും ഇവിടെ ഉള്ളതായിട്ട് പോലും നമുക്ക് തോന്നില്ല. അത്രയും നേരമാണ് കേട്ടോ വെള്ളം കയറി ഒഴുകുന്നത്. എനിക്കിപ്പോഴും ആറ്റി ചാടാനുള്ള ക്രേസ് ഒന്നും പോയിട്ടില്ല കേട്ടോ. മഴക്കാലത്ത് നല്ല വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സാഹചര്യം ഒഴിവാക്കിയ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഈ ആറ്റി തന്നെയാണ് വന്ന് കുളിച്ചുകൊണ്ടിരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ കയറാൻ മടിയാണ്. യായും അങ്ങനെയൊക്കെ തന്നെ. അവർക്ക് കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നാണിത്. ഈ സോപ്പിങ്ങിലൊന്നും വീഴാതെ വെള്ളത്തിൽ നിന്നെടുത്ത് തോർത്തിയന്റെ പരിഭവമാണ് ഈ കാണുന്നത്. നേരെ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിലേക്ക്.